ആ അമ്മയുടെ മാതൃത്വത്തിൻ്റെ മഹനീയത പേറുന്ന 9 മാസവും പിണ്ടനന്ദിയിൽ പറയുന്നത് പോലെ 9 മാസവും 9 നാഴികയും 9 വിനാഴികയും കഴിയുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഈ മനുഷ്യ ശരീരത്തിലെ മുടിയും നഖവും ഒഴിച്ച് ഏത് ഭാഗം മുറിച്ചാലും എന്തു വരും? നമ്മുടെ മുടിയും നഖവും ഒഴിച്ച് ഏത് ഭാഗം മുറിച്ചാലും കനിയുന്നത് ചോരയാണ്. പക്ഷേ ശ്രീനാരായണ ഭഗവാൻ പിണ്ടനന്ദിയിൽ പറയുന്നത് പോലെ ഈശ്വരൻ്റെ ഒരു വലിയ മഹേന്ദ്രജാലം അമ്മയുടെ മാറിലേക്ക് കനിഞ്ഞു വരുന്നു അല്ലേ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോഷകാഹാരങ്ങളുടെ നിലവറയായ കലവറയായ അമ്മിഞ്ഞപ്പാല്, ഒരു BCGയും ഒരു ടെറ്റനസ് ഓക്സൈഡും ഒരു പോളിയോവും അതിന് പകരം വയ്ക്കാനില്ല. ആ അമ്മിഞ്ഞപ്പാല് നുകർന്നുകൊണ്ടാണ് ഓരോ കുഞ്ഞും വരുന്നത് അല്ലേ? അപ്പോൾ ആ അമ്മിഞ്ഞപ്പാല് സ്ത്രീയുടെ ശരീരത്തിലെ ഒരു പ്രധാന അവയവമാണ് അവളുടെ മാറിടം. ആ മാറിന് ഈഴവപ്പെണ്ണ് കരം കൊടുക്കേണ്ടിയിരുന്നു. ആലോചിച്ച് നോക്കിയേ, സ്വന്തം മക്കളെ പെറ്റു വളർത്തി പോറ്റാനുള്ള സ്ത്രീയുടെ, ഈ ലോകത്തെ ദൈവമാണ് അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മാറിന് പോലും ഈഴവപ്പെണ്ണ് കരം കൊടുക്കേണ്ടിയിരുന്നു. ഇത് നമ്മുടെ ചരിത്രമാണ് അല്ലേ? ഇന്നും ചേർത്തലയിലെ നങ്ങേലി ജീവിച്ചിരിക്കുന്ന, ചേർത്തലയിലെ നങ്ങേലി നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കണം. കാരണം നാടുവാഴി തമ്പുരാന്റെ കിങ്കരന്മാര് കരം പിരിക്കാൻ വന്നപ്പോൾ ഗതിയില്ലാതെ അന്നൊരു കാലണ കയ്യിലെടുക്കാനില്ല. ആ സമയത്ത് മടല് തല്ലിയിരുന്ന നങ്ങേലി എന്ന അമ്മ ചാരി വച്ചിരിക്കുന്ന അരിവാളെടുത്ത് തൂശനില മുറിച്ച് ഒരു തൊട്ടി വെള്ളമെടുത്ത് നെറുകം തലയിലൂടെ ഒഴിച്ച് തൻ്റെ മാറ് ഛേദിച്ച് തൂശനിലയിൽ വെച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോയി കൊടുക്കൂ നിന്റെ രാജാവിനെന്ന്. രക്തം വാർന്നൊഴിഞ്ഞു മരിച്ചു വീണു അല്ലേ? ആ നങ്ങേലിയെ നമ്മൾ ഓർക്കാറുണ്ടോ? ഈ ഈഴവന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ സ്വന്തം മാറിന് പോലും കരം കൊടുക്കേണ്ട ഗതികേട് ഈഴവപ്പെണ്ണിന് ഉണ്ടായിരുന്നു. ഇന്നുമുണ്ട് മുലച്ചിപ്പറമ്പ് എന്ന സ്ഥലം അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 1957 ആദ്യത്തെ ജനാധിപത്യ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് മുതൽ 5 വർഷം കൂടുമ്പോൾ ആസിഡ് തേച്ച് നഖം മഷി പുരട്ടി നമ്മളൊക്കെ വോട്ട് പെട്ടികളിൽ ഇങ്ങനെ ബാലറ്റ് പേപ്പർ നിറച്ച് ഭരണ സിംഹാസനങ്ങളിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആവുന്നുണ്ട്. ഈ 5 കൊല്ലം കൂടുമ്പോൾ മാറി മാറി വന്ന ഭരണകൂടങ്ങളാണോ ഇന്ന് ഈഴവൻ ഇന്ന് കാണുന്ന രീതിയിലുള്ള പള്ളിക്കൂടത്തിൽ പോയതും അമ്പലത്തിൽ പോയതും മാറിലേക്ക് ചേല ചുറ്റിയതും അല്ലേ? ചങ്കരനും കോവാലനും ചീരവും ചിരുതയും മറുതയും ചാമുണ്ടിയുമായിട്ടുള്ള പേരുകളൊക്കെ അധമ പേരുകൾ. ഗോവിന്ദനില്ല, കോവിന്ദൻ. സീതയില്ല, ചീത, ചിരുത. ശങ്കരനില്ല, ചങ്കരൻ അല്ലേ? അങ്ങനത്തെ കുറെ നല്ല പേരിടാനുള്ള അവകാശമില്ല. അങ്ങനെ ഒരു കാലം അല്ലേ? നല്ല ദൈവങ്ങളുണ്ടോ? കള്ളും കഞ്ചാവും കുടിച്ച് അറമാദിക്കുന്ന ഭീഭത്സരൂപങ്ങളായി നാക്ക് പുറത്തേക്ക് വരുന്ന ചോര കൊണ്ട് ഉന്മാദ നൃത്തമാടുന്ന മാടനും മറുതയും ചാമുണ്ടിയും ഒക്കെയാണ് നമ്മുടെ ദൈവങ്ങൾ അല്ലേ? ഇതിനെയൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് ദാ മംഗളസ്വരൂപനായ മഹാദേവനെ പ്രതിഷ്ഠിച്ച് നിന്നുകൊണ്ട് അമ്പലത്തിലേക്ക് പോയിക്കൊള്ളൂ, പള്ളിക്കൂടത്തിലേക്ക് പോയിക്കൊള്ളൂ, പൊതുവഴിയിലൂടെ നടന്നുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണുനീര് കൊണ്ട് തീർത്ഥാഭിഷേകം നടത്തി ഒരു മംഗളസ്വരൂപനെ പ്രതിഷ്ഠിച്ച് ശവമായി ജീവിച്ച ഈഴവന്റെ ജീവിതത്തെ ശിവമാക്കി മാറ്റിയതാരാ? ശ്രീനാരായണ ഭഗവാനാണ്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ ഗുരുവാരാണെന്ന്
ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ ശ്രീനാരായണ ഭഗവാൻ ഇങ്ങനെ വിളങ്ങി വരും അല്ലേ? ഇനിയും സംശയമുണ്ടോ? ഉണ്ടോ? ഹലോ ഹലോ. അപ്പോ ആ ഭഗവാനെ നെഞ്ചിൻ കൂട്ടിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഇനി ഗുരു ഈശ്വരനാണോ? എത്ര ദിവസം എന്ന് പറഞ്ഞാലും തീരില്ല. ഗുരുവിൻ്റെ മാനസപുത്രനായ കുമാരു ഉണ്ടല്ലോ, കുമാരനാശാൻ അല്ലേ? അപ്പോൾ ഈഴവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മോഹനമായ മുഹൂർത്തമാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അത് മറന്നു പോകരുത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാ. കുട്ടികൾ മുംതാസ് മഹലിന് വേണ്ടി ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ ലോകാത്ഭുതമായി കാണുന്നു. അതുങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. ചൈനയിലെ വൻമതിൽ, പിസയിലെ ചരിഞ്ഞ ഗോപുരം, കുത്തബ് മീനാർ, ഇതൊക്കെയാ ലോകാത്ഭുതങ്ങളിൽ. പക്ഷേ ശ്രീനാരായണ ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ച ഒരു മഹാത്ഭുതം അരുവിപ്പുറത്ത് 135 വർഷങ്ങളായി വിളങ്ങുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല ആ കുഞ്ഞുമക്കൾക്ക് അല്ലേ? അതുപോലെ തന്നെ ഗുരുവിൻ്റെ മാനസപുത്രനായ കുമാരനാശാൻ പറഞ്ഞു വയ്ക്കുന്നു, ആരായുകിലന്ധത്വമൊഴി ചാതിമഹസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവമെന്ന്. ആരാണ് ഗുരുദേവൻ എന്ന് ചോദിച്ചാൽ ഗുരുവിൻ്റെ മനസ്സ് തൊട്ടറിഞ്ഞ കുമാരുവാ പറയുന്നത്, കുമാരനാശാനാ പറയുന്നത്. ആരായുന്നവന്, അന്വേഷിക്കുന്നവന്, വിളിക്കുന്നവന്, തേടുന്നവന് ഗുരു ദൈവമായി വിളങ്ങുമെന്ന് ഗുരുസ്തവത്തിലൂടെ ഗുരുവിൻ്റെ മാനസപുത്രനായ കുമാരനാശാൻ പറയുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന് ചോദിക്കുന്നുണ്ട്. തപ്ത കാഞ്ചന സന്നിഭൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? കാരണം ഗുരുവിൻ്റെ ഒരു ആകാര സൗഷ്ഠവം അതായിരുന്നു. മലയാള ഭാഷയെ ഇങ്ങനെ തൻ്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ കുമാരുവിനോട് ഒരിക്കൽ ഗുരു പറഞ്ഞു, കുമാരു ശൃംഗാരം അരുത്, ശൃംഗാരം അധികരിക്കരുതെന്ന് പറഞ്ഞു. ശൃംഗാര രസപ്രധാനമുള്ള കവിതകൾ എഴുതിയിരുന്ന കുമാരുവിനോട് പറഞ്ഞു. പിന്നീട് കുമാരനാശാന്റെ തൂലികയിൽ നിന്ന് വീണപൂവും പ്രരോദനവും ചണ്ടാല ഭിക്ഷുകിയും നളിനിയും ഒക്കെ കരുണയും ദുരവസ്ഥയും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടു. ആ കാലം നിങ്ങളൊന്ന് ആലോചിക്കണം. രാജാ രവിവർമ്മ വലിയ കോയി തമ്പുരാക്കന്മാർ സവർണ കൊടിവെച്ചു പാറുന്ന കാലഘട്ടത്തിൽ ഉള്ളൂരസ് പരമേശ്വര അയ്യർക്കും വള്ളത്തോൾ എസ് നാരായണ മേനോനും ഇടയിൽ കുമാരനെന്ന ഈഴവന്, കുമാരുവിന് ഒരു മഹാകവിത്രയ പട്ടം കിട്ടിയെങ്കിൽ ശ്രീനാരായണ ഭഗവാന്റെ അനുഗ്രഹാശിസുകളോടെ ആ തൂലിക ചലിച്ചു. ഇന്നും കേരളത്തിൽ മഹാകവിത്രയ പട്ടത്തിൽ കുമാരനാശാനുണ്ട്. ആ കുമാരനാശാൻ പറയുന്നു, നമിക്കുവിൻ സഹചരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം ഉലകിലുണ്ടോ. ആ ഭഗവാന്റെ പാതാരവൃന്ദങ്ങളെ നമിക്കൂ എന്നാണ് പറയുന്നത്. നമുക്കിതിൽ പരം ദൈവം ഉലകിലില്ല എന്ന് കുമാരനാശാൻ പറയുന്നു. നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ ആ ഭഗവാനിൽ ആശ്രയമരുളൂ. വിളിച്ചാൽ വിളിപ്പുറത്ത് ആ ഭഗവാൻ ഓടിയെത്തും, ഒരു സംശയവും വേണ്ട.